ഹായ്, ഇന്ന് നമ്മൾ 50 ചോദ്യത്തിൻ്റെ ഒരു എക്സാമുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. ഓപ്ഷൻസ് ഇല്ല. ഉത്തരം എത്ര ശരിയായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? വേഗം ഒന്ന് നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആര്? നമ്മളിങ്ങനെ എഴുതി പോകുമ്പോൾ എന്താ പറയുക, നമ്മളെ മൈൻഡ് ഇങ്ങനെ പഠിക്കാനുള്ളൊരൊരുക്കം. അപ്പം നമുക്ക് ചിലപ്പോൾ ഉത്തരം തെറ്റും. അപ്പം നമുക്ക് ആ ഒരു തെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പോസിറ്റീവ് ആവും. അപ്പോൾ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എഴുതിയോ? ഒന്നാമത്തെ ഉത്തരം എന്താണ്? ഡോക്ടർ രാജാ രാമണ്ണയാണ് കേട്ടോ. ഇനി കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് ആരാണ്? കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് ആര്? രണ്ടാമത്തെ ചോദ്യം, 2 നമ്പർ ഇടുക. എല്ലാവരും ഉത്തരം എഴുതുക. ഉത്തരം റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത്. ഇത് അറിയാത്തവർ എഴുതി വെക്കുക. ഗോറ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഗോറ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം ടാഗോറാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആര്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം, നാലാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ഗ്രേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം വെനസ്വേലയാണ് കേട്ടോ, വെനസ്വേല. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ആറാമത്തെ ചോദ്യം. ഉത്തരം കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവൽ. പെട്ടെന്ന് എഴുതിക്കോളൂ. നമ്മൾ സ്പീഡായിട്ട് 75 മിനിറ്റ് കൊണ്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻ തീർക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് സ്പീഡായിട്ട് എഴുതാം. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവലാണ് തലയോട്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ. എട്ടാമത്തെ ചോദ്യമാണ്, കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ ഏത്? ഉത്തരം ചാനൽ ടണലാണ്. ഒമാന്റെ തലസ്ഥാനം ഏതാണ്? ഒമ്പതാമത്തെ ചോദ്യം, ഒമാന്റെ തലസ്ഥാനം ഏതാണ്? പെട്ടെന്ന് എഴുതിക്കോളാം. 9 നമ്പർ ഇടുക, എഴുതുക. ഉത്തരം അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെക്കണം കേട്ടോ. ഉത്തരം മസ്കറ്റാണ്. ഒമാന്റെ തലസ്ഥാനം മസ്കറ്റ്. ലെനിൻ ഗ്രാഡിൻ്റെ പുതിയ പേര്. ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആണ് കേട്ടോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ലെനിൻഗ്രാഡിൻ്റെ പുതിയ പേരാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ചോക്ലേറ്റിലെ ആസിഡ് ഏതാണ്? ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം 11 നമ്പർ ഇടുക, ഉത്തരം എഴുതുക. ഉത്തരം ഓക്സാലിക് ആസിഡാണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ. 12ാമത്തത് ഉത്തരം JS വർമ്മ കമ്മീഷനാണ്. 13ാമത്തെ ചോദ്യം, ലോകസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്ത മണ്ഡലം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത്, ഇപ്പോഴത്തെ അല്ല.
വാരണാസിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃക്ഷം ഏതാണ്? ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃക്ഷം മാവാണ്. ഉത്തരം എഴുതിയിട്ടുണ്ടാവും. കാലഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? കാലഡോസ്കോപ്പ് കണ്ടുപിടിച്ചത്, വേഗം എഴുതുക, 15. കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഉത്തരം ഡേവിഡ് ബ്രൂസ്റ്റർ ആണ് കേട്ടോ. ഡേവിഡ് ബ്രൂസ്റ്റർ ആണ് കാലഡോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം, കെമിസ്ട്രിയാണ്. 16. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം ഏതാണ്? ഉത്തരം അലൂമിനിയം ഓക്സൈഡ് ആണ്. ഉത്തരം അലൂമിനിയം ഓക്സൈഡ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ്, 17ാമത്തെ ചോദ്യം, പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ്. ഉത്തരം ഇസ്കന്ദർ മിർസയാണ് കേട്ടോ. ഇസ്കന്ദർ മിർസ. ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം എന്നാണ്? ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം വേഗം എഴുതുക, 18. ചോദ്യം നമ്പർ 18, ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം. ഉത്തരം 1971. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലെ ഗൂഢാലോചനയെ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ ഏതാണ്? ഉത്തരം വേഗം എഴുതുക. ഉത്തരം ജീവൻലാൽ കപൂർ കമ്മീഷനാണ്. ജീവൻലാൽ കപൂർ കമ്മീഷൻ. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്? 20ാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. മൗറീഷ്യസിൻ്റെ ദേശീയ പക്ഷി? മൗറീഷ്യസിൻ്റെ ദേശീയ പക്ഷി ഡോഡോ പക്ഷികളാണ്. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾ കൂടിയാണ് കേട്ടോ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ആണ്. മാനസിക രോഗത്തിനുള്ള മരുന്നുകളെ കുറിച്ചുള്ള പഠനം? മാനസിക രോഗത്തിനുള്ള മരുന്നുകളെ കുറിച്ചുള്ള പഠനം. ഉത്തരം സൈക്കോ ഫാർമക്കോളജി. ഉത്തരം സൈക്കോ ഫാർമക്കോളജി. മാതൃഭാഷാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? 24ാമത്തെ ചോദ്യമാണ്. പെട്ടെന്ന് നമ്പർ ഇടുക, വേഗം എഴുതിക്കോളുക. മാതൃഭാഷാ ദിനം. ഉത്തരം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം എഴുതാണ്, പറയാണ്. അരുണാചൽ പ്രദേശാണ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ലോക സാമൂഹിക നീതി ദിനം? ലോക സാമൂഹിക നീതി ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 20. ഫെബ്രുവരി 20. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. 1885 ബോംബെയിൽ നടന്ന INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഇത് സ്ഥാപിതമായതും 1885 അപ്പോൾ ബോംബെയിലായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, WC ബാനർജിയാണ്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്? 28ാമത്തെ ചോദ്യമാണ്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്? ഉത്തരം പറയാണ് ദയാറാം സാഹ്നിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം? 29ാമത്തെ ചോദ്യം, കേരളമാണ് കേട്ടോ. നമ്മുടെ കേരളമാണ് ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ND ഫീവർ എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? എൻട്രി ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ഉത്തരം എഴുതുക, വേഗം എഴുതുക. അറിയില്ലെങ്കിൽ അവിടെ ഈ ഉത്തരം എഴുതി വെക്കുക, ചോദ്യം എഴുതി വെക്കുക.
ടൈഫോയിഡിനെയാണ് എൻട്രി ഫീവർ എന്നറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം. ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം വേഗം എഴുതൂ. 31. ഉത്തരം 1882 ഹണ്ടർ കമ്മീഷൻ നിയമിതനായത്. മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്നറിയപ്പെടുന്ന രോഗമേതാണ്? 5-ാം പനി എന്നറിയപ്പെടുന്ന രോഗം. ചോദ്യം നമ്പർ 32. ഉത്തരം റൂബിയോളയ്ക്കാണ് മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്ന് പറയുന്നത്. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 2014 ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്നാണ്. ഏതാണ് പ്രത്യേകത? ഗാന്ധി ജയന്തിയാണ്. മഗധ രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം. മഗധ രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം 34. ചോദ്യം നമ്പർ. ഉത്തരം ഏതാണ്? ഉത്തരം പറയാണ് രാജഗൃഹമാണ്. ഉത്തരം രാജഗൃഹം. സാലിസ്ബറിയുടെ പുതിയ പേര്. സാലിസ്ബറിയുടെ പുതിയ പേര് വേഗം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 35. ഓക്കെ, ആർ യു റെഡി? ഉത്തരം ഹരാരെ. ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ പുതിയ പേര്. ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ പുതിയ പേര്. ഉത്തരം 36. ഉത്തരം ഓക്കെ UAE. രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗർഭ ഗുജറാത്ത് അല്ലേ? കോഡനുണ്ട് ഗ. രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? നമുക്ക് നോക്കാം. ഉത്തരം ആർ യു റെഡി? ഓക്കെ, ഉത്തരം ഗുജറാത്താണ്. ഗുജറാത്ത് തന്നെയാണ് ഗർഭയും. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം 38. ഉത്തരം എഴുതിക്കോളുക. ഉത്തരം കംബോഡിയ. കംബോഡിയയാണ്. കംബോഡിയയിൽ അങ്കോർ വാട്ട്. അന്റാർട്ടിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. അന്റാർട്ടിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി 39. ചോദ്യം നമ്പർ 39. ഉത്തരം ഓനിക്സ് നദിയാണ്. അന്റാർട്ടിക്കയിൽ കേട്ടോ. BR അംബേദ്കറുടെ അന്ത്യസ്ഥലം എവിടെയാണ്? BR അംബേദ്കറുടെ അന്ത്യസ്ഥലം 40-ാമത്തെ ചോദ്യം. ഉത്തരം ചൈതന്യഭൂമിയാണ്. ചൈതന്യഭൂമി. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര്. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര്. ഉത്തരം മൊസാംബിക്. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം. 42. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഉത്തരം പറയാണ് മദർ ഹൗസ്, കൊൽക്കത്ത. ഉത്തരം മദർ ഹൗസ്, കൊൽക്കത്തയാണ് കേട്ടോ. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? 43-ാമത്തെ ചോദ്യം. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? ഉത്തരം പറയാണ് മെയ് 8-നാണ് റെഡ് ക്രോസ് ദിനമായി നാം ആചരിക്കുന്നത്. കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ് സിനിമാ താരം. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ് സിനിമാ താരമാണ് ജെമിനി ഗണേശൻ. ലിയാനോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലിയാനോ ഡാവിഞ്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് 45-ാമത്തെ ചോദ്യമാണ്. ഉത്തരം റോമിലാണ് കേട്ടോ. ലിയാനോ ഡാവിഞ്ചി വിമാനത്താവളം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പേരെന്താണ്? ഉത്തരം വിജയലക്ഷ്മിയാണ്. 47-ാമത്തെ ചോദ്യം. ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? 47. ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ്. ഉത്തരം 47-ാമത്തെ ചോദ്യം
ആൻസർ പറയാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. വി.ഒ. ചിദംബരം പിള്ള. രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ഉത്തരം പറയാണ്. ഉത്തരം ഹേഗ്, നെതർലാൻഡിലെ ഹേഗിലാണ്. ഇൻ്റർനെറ്റ് ഉപഭോഗത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. 2020 കണക്കാണ് കേട്ടോ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ചൈനയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം, ഉത്തരം പറയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വളരെ സിമ്പിളാണ്. ഉത്തരം അമരാവതിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഈ എക്സാമിൽ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇനിയും മെച്ചപ്പെടുത്തണം, അടുത്ത എക്സാമിൽ മെച്ചപ്പെടുത്തണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വന്ന മൈനസ് നമ്മുടെ നമ്മുടെ എക്സാമിൽ പോസിറ്റീവ് മാർക്കാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.